നമസ്കാരം. ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. യഥാർത്ഥ സമാധാനം ഉണ്ടാകുന്നത് വെറും രാഷ്ട്രീയ കരാറുകളിൽ നിന്നോ സൈനിക തന്ത്രങ്ങളിൽ നിന്നോ അല്ല, മറിച്ച് എളിമപ്പെടാൻ ധൈര്യം കാണിക്കുന്ന മനുഷ്യരിലൂടെയാണെന്ന് പ്രീച്ചർ ഓഫ് ദ പേപ്പൽ ഹൗസ് ഹോൾഡ് ഫാദർ റോബർട്ടോ പസോളിനി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും റോമൻ കൂരിയയുടെയും സാന്നിധ്യത്തിൽ നടത്തിയ 2026 ആദ്യ നോമ്പുകാല പ്രഭാഷണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ഊന്നി പറഞ്ഞത്. മാർച്ച് 27 വരെയുള്ള വെള്ളിയാഴ്ചകളിൽ ഈ നോമ്പുകാല പ്രഭാഷണങ്ങൾ തുടരും. വിശുദ്ധ പൗലോസ് ലീഹായുടെ ക്രിസ്തുവിലുള്ളവർ പുതിയ സൃഷ്ടിയാണ് എന്ന വചനത്തെ ആസ്പദമാക്കിയാണ് ഇത്തവണത്തെ ധ്യാനചിന്തകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഭൂമിയെ സംരക്ഷിക്കേണ്ടത് മനുഷ്യന്റെ കടമയാണെന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് വത്തിക്കാൻ തോട്ടത്തിൽ പ്രതീകാത്മകമായി വൃക്ഷത്തൈ നട്ടു. ലൗദാത്തോ സി എന്ന പരിസ്ഥിതി വിജ്ഞാപനത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ട് സൃഷ്ടിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്തം പുതുക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് കേവലം ഒരു നയമല്ല, മറിച്ച് ദൈവത്തിന്റെ സൃഷ്ടിയോടുള്ള ആദരവാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത വത്തിക്കാൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വത്തിക്കാൻ തോട്ടത്തിൽ നട്ട ഈ വൃക്ഷം വരും തലമുറയ്ക്കായി ഭൂമിയെ പരിപാലിക്കേണ്ടതിന്റെ ആവശ്യകതയെ സൂചിപ്പിക്കുന്നു. വത്തിക്കാൻ സിറ്റിയെ കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാക്കുന്നതിനുള്ള വിവിധ പദ്ധതികളുടെ തുടർച്ചയായാണ് ഈ നീക്കം. പുനരുപയോഗ ഊർജം പ്രോത്സാഹിപ്പിക്കുവാനും മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുവാനും വത്തിക്കാൻ പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ സമൂഹത്തിൽ നിർവഹിക്കുന്ന സുപ്രധാനമായ പങ്കിനെ ആദരിക്കണമെന്നും വാർത്തകൾ നൽകുന്നതിൽ വായനക്കാരുടെ അന്തസ്സിന് മുൻഗണന നൽകണമെന്നും ലിയോ 14 മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. ഇറ്റാലിയൻ പീരിയോഡിക്കൽ പ്രസ് യൂണിയന്റെ പ്രതിനിധികളുമായി വത്തിക്കാനിൽ കൂടിക്കാഴ്ച നടത്തവെയാണ് മാർപ്പാപ്പ ഈ സന്ദേശം നൽകിയത്. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സത്യസന്ധതയും കൃത്യതയും പാലിക്കണമെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. വായനക്കാരെ വഴിതെറ്റിക്കുന്നതോ അവരുടെ വികാരങ്ങളെ ചൂഷണം ചെയ്യുന്നതോ ആയ രീതികൾ ഒഴിവാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. വായനക്കാരെ വെറും ഉപഭോക്താക്കളായി കാണരുത്, അവരുടെ ബുദ്ധിയെയും വിവേചന ശക്തിയെയും ബഹുമാനിക്കണം. വായനക്കാരുടെ അന്തസ്സിനെ മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള ഉള്ളടക്കങ്ങൾ മാധ്യമങ്ങൾ ഒഴിവാക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾക്ക് സുപരിചിതനായ ആത്മീയ ഗ്രന്ഥകാരനും ഓപ്പസ് ദെയ് സമൂഹത്തിലെ വൈദികനുമായ ഫാദർ ഫ്രാൻസിസ്കോ ഫെർണാണ്ടസ് കർവാഹൽ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സ്പെയിനിലെ മാഡ്രിഡിലായിരുന്നു അന്ത്യം. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതി ഇൻ കോൺവെർസേഷൻ വിത്ത് ഗോഡ് എന്ന പുസ്തകമാണ്. വിവിധ വാല്യങ്ങളായി പ്രസിദ്ധീകരിച്ച ഈ ഗ്രന്ഥം ലോകത്തിലെ വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിയോഗം കത്തോലിക്ക സഭയ്ക്കും ആത്മീയ സാഹിത്യ ലോകത്തിനും വലിയൊരു നഷ്ടമാണെന്ന് സഭാ നേതാക്കൾ അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. ഭാരതത്തിലെ വൈവിധ്യമാർന്ന സാമൂഹിക മത സാഹചര്യങ്ങളിൽ സമാധാനവും ഐക്യവും നിലനിർത്തുവാൻ അന്തർമത സംഭാഷണങ്ങളും ക്രൈസ്തവ സഭകൾ തമ്മിലുള്ള സഹകരണവും അത്യന്താപേക്ഷിതമാണെന്ന് സഭാ നേതാക്കൾ. കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്പ് ഓഫ് ഇന്ത്യ ബാംഗ്ലൂരിൽ സംഘടിപ്പിച്ച ദ്വിദിന ശില്പശാലയിലാണ് ഈ ആഹ്വാനം ഉണ്ടായത്. CBCAയുടെ ഡയലോഗ് ആൻഡ് എക്യുമെനിസം വിഭാഗവും കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സമാനമായ കമ്മീഷനും സംയുക്തമായാണ് ബംഗളൂരുവിലെ NBCLC ഈ പരിപാടി സംഘടിപ്പിച്ചത്. പാലാ രൂപത മെത്രാനും CBCA ഡയലോഗ് വിഭാഗം ചെയർമാനുമായ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പരസ്പര ബഹുമാനവും സൗഹൃദവും വളർത്തുക എന്നത് സഭയുടെ സുപ്രധാന ദൗത്യമാണെന്നും സിനഡൽ സഭ എന്ന കാഴ്ചപ്പാടിന് ഇതിൽ വലിയ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.